ഉണ്ടാക്കാൻ പോകുന്ന ഒരു സുഖിയനാണ്. സാധാരണയായിട്ട് നമ്മൾ സുഖിയൻ ഉണ്ടാക്കുന്നത് അതിൽ ചെറുപയർ വെച്ചാണല്ലോ. പക്ഷേ ഞാൻ ഈ സുഖിയനിൽ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ചെറുപയറല്ല, അതിന് പകരം നേന്ത്രപ്പഴമാണ്. ഈ നേന്ത്രപ്പഴം വെച്ചുള്ള സുഖിയൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിനി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു മീഡിയം പഴുപ്പിലുള്ള നേന്ത്രപ്പഴമാണ്. ഒത്തിരി പഴുത്തു പോയതുമല്ല, എന്നാൽ പച്ചയുമല്ല. പച്ചയാണെങ്കിൽ ഇതിനങ്ങ് ടേസ്റ്റ് കാണത്തില്ല. അതുപോലെ ഒത്തിരി പഴുത്തതാണെങ്കിൽ ഇതെല്ലാം കൂടി അങ്ങ് ഉടഞ്ഞു പോവുകയും ചെയ്യും. ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കയുടെ ആ തരിയും അതുപോലെ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടി ഞാനിവിടെ ചേർക്കുന്നത് ശർക്കരയാണ്. ഒരു 1/4 കപ്പ് ഉരുക്കിയ ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല കട്ടിയായിട്ടുള്ള പാനിയാണ്. ഇതിന് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. വേണമെങ്കിൽ ശർക്കര ചീകിയിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഇതിനെ ഒന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി പാത്രം തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേന്ത്രപ്പഴം വഴറ്റുമ്പോൾ അതിൽ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇത് തണുക്കുന്ന സമയത്ത് ഈ സുഖിയന് വേണ്ട ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഈ പാത്രത്തിലോട്ട് ഒരു 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ ഈ സുഖിയന് നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടും. ഇനി 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടുള്ള ഒരു ബാറ്റർ വേണം തയ്യാറാക്കിയെടുക്കാൻ. ബാറ്റർ ഒത്തിരി ലൂസാണെങ്കിൽ സുഖിയനിലോട്ടൊന്നും അങ്ങനെ നന്നായിട്ട് കവർ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നല്ല കട്ടിക്കുള്ളൊരു ബാറ്റർ വേണമെന്ന് പറയുന്നത്. കട്ടയൊന്നുമില്ല, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സുഖിയന് വേണ്ടിയുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കയ്യിൽ അല്പം നെയ്മയം പുരട്ടിയിട്ട് ഇത് ചെറിയ ബോളുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഇതെല്ലാം ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 3 നേന്ത്രപ്പഴത്തിൽ നിന്ന് ഏകദേശം ഒരു 10 ബോളുകളാണ് ഞാനിവിടെ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ഓരോ ബോളുകളും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിട്ട ഉടനെ ഇത് മറിച്ചിടരുത്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് ഒരു സൈഡ് ഒന്ന് ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും എല്ലാം നല്ല ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണ്. ഏത്തപ്പഴം ഇങ്ങനെ നെയ്യിലൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് ശർക്കരയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ എപ്പോഴും ഈ നേന്ത്രപ്പഴം കൊണ്ട് ഈ പഴംപൊരിയൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കാറ്. അതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേന്ത്രപ്പഴം വഴറ്റിയതിൽ ശർക്കരപ്പാനി ചേർത്തല്ലോ. അത് ആ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് അതിൽ വറ്റിച്ചെടുക്കണം. വെള്ളമയം ഒട്ടും പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ അത് നേന്ത്രപ്പഴം നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പം സുഖിയനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത്രയും പൊരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ബാറ്റർ ബാക്കി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ക്രിസ്പി ആയതും അതുപോലെ നല്ല മധുരമുള്ള നേന്ത്രപ്പഴം കൊണ്ടുള്ള സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.